അവധി ദിനങ്ങളാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അങ്ങനെ നമ്മുടെ ഹിൽ സ്റ്റേഷൻസൊക്കെ, അതിപ്പോൾ വയനാടാണെങ്കിലും ഊട്ടിയാണെങ്കിലൊക്കെ നല്ല ക്രൗഡഡ് ആണ്. അപ്പോൾ ആ ഒരു പോകുന്ന ഗ്രൂപ്പുകളുടെ സന്തോഷത്തിൻ്റെ ഒരു ചെറിയ പാർട്ടാവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റൂമുകൾ, വില്ല അല്ലെങ്കിൽ റിസോർട്ട് ഇതൊക്കെ ബുക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഇപ്പോൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കുറച്ചൊരു വലിയ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ അവിടെ ഗെയിംസ്, ആക്ടിവിറ്റീസ്, പിന്നെ മാജിക്, ഡാൻസ്, പാട്ട്, ഇങ്ങനെയൊക്കെയായി ആ കംപ്ലീറ്റ് വൈബ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രൂപ്പിൻ്റെ ഭാഗമായി വരുന്ന ചെറിയ കുട്ടികൾ, ആ ഒരു കുട്ടികളുടെ മെമ്മറീസിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളത് ഒരു സംഭവമായിട്ട് തോന്നാറുണ്ട്. കാരണം ലൈഫ് എന്ന് പറയുന്നത് ആക്ച്വലി ആ കളക്ഷൻ ഓഫ് മെമ്മറീസ് ഒക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഈവൻ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്ന സെറ്റ് ഓഫ് പാരൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ആക്ടിവിറ്റീസ്, അതിപ്പം സർഫിങ് പോലത്തെ കാര്യങ്ങൾക്കൊക്കെ കുട്ടികളെ അയക്കുന്ന പാരൻസ്, ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഭാവി, അതിലേക്ക് അവർ ശരിക്കും അവരുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യാണ്. റെസിലിയൻസ്, ജീവിതത്തിൽ എത്ര സെറ്റ് ബാക്സ് കിട്ടിക്കഴിഞ്ഞാലും പിന്നെയും അടിച്ചു കയറി വരുന്ന ആ ഒരു എനർജി ഈ ഒരു ആക്ടിവിറ്റികളിലൂടെയൊക്കെ അവരത് ഡെവലപ്പ് ചെയ്യാം. പിന്നെ ഏത് സ്കില്ല് പുതുതായിട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പൊള്ളുന്ന ഈ ചൂടിൽ നിന്ന് രക്ഷിക്കാൻ വേനൽ മഴ എത്രയും പെട്ടെന്ന് എത്തട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.